ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മിക്ക ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കല്ലുമ്മക്കായ നിറച്ചത് കൂടുതൽ ടേസ്റ്റിയായി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കല്ലുമ്മക്കായ നിറച്ചുണ്ടാക്കുന്നതിനായി ആദ്യം നന്നായി കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായി ആദ്യം അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കത്തി ഉപയോഗിച്ച് ഒന്ന് തുറന്ന് അതിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാത്രത്തിൻ്റെ അരികിൽ വെച്ച് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നിറക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയത്, ഒരു സവാള അരിഞ്ഞത്, സവാള വലുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, അല്പം പെരുംജീരകം, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 മുറി ക്യാപ്സിക്കം കൂടി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ക്യാപ്സിക്കം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ കൂടുന്നതാണ്. ഇനി ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുക. ഇനി കുഴക്കാൻ ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കല്ലുമ്മക്കായയിൽ നിറച്ചു കൊടുക്കാം. അതിനായി ഓരോ കല്ലുമ്മക്കായയും തുറന്ന് അതിൻ്റെ ഉൾഭാഗത്ത് മാവ് ഇങ്ങനെ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് കല്ലുമ്മക്കായ നിറച്ചതൊക്കെ അതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അതിനായി ഒരു ബൗളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇത് രണ്ടും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം കട്ടിയാവാനോ ലൂസാവാനോ പാടില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മുളകും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ കല്ലുമ്മക്കായ നിറച്ചതും മസാലയിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ കല്ലുമ്മക്കായ നിറച്ചതും മസാലയിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനിടുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചതൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thanks for watching. Bye.